ഹലോ. അപ്പൊ നമ്മൾ തേക്കടി വഴി മേഘമലയ്ക്കുള്ള ട്രിപ്പിന് വേണ്ടി എല്ലാം സെറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു വലിയ ഗ്യാങ് എല്ലാം റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അവരെ എല്ലാരെയും പരിചയപ്പെടാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4:30 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എത്തിയിരുന്നു. ഏകദേശം 5 മണിയോടുകൂടി ഞങ്ങൾ എല്ലാ ലഗേജുകളും എടുത്ത് വണ്ടിയിൽ വെച്ച് ഓരോ സീറ്റ് പിടിച്ചങ്ങിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തെ യാത്ര ആരംഭിച്ചു. പത്തനംതിട്ട, എരുമേലി, മുണ്ടക്കയം വഴിയാണ് യാത്ര. ഇതാണ് കേട്ടോ നമ്മുടെ സാരഥി. ഹൈറേഞ്ച് യാത്രകൾ പ്രിയമേറുന്നത് ഈ വഴിയോര കാഴ്ചകളാണ്. പോകുന്ന വഴിയെല്ലാം പച്ച വിരിച്ച കുന്നുകളും കോട നിറഞ്ഞ മലകളും ആകാശം ഭൂമിയെ തൊട്ട് നിൽക്കുന്ന ഭംഗിയുള്ള കാഴ്ചകൾ. കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ അമലഗിരി പെരുവന്താനത്തുള്ള മൗണ്ടൻ വ്യൂ റെസ്റ്റോറൻറ്റിലാണ് ഇറങ്ങിയത്. സീസൺ ടൈം ആയതിനാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റിയില്ല. പിന്നെ ഫ്രീ ആവുന്ന ടേബിൾ നോക്കി അവിടെ ഇവിടെ ഓരോ ടീം അങ്ങിരുന്നു. കാത്തിരുന്ന് നമ്മളൊരു കിടിലൻ ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. നല്ല അടിപൊളി വ്യൂ ആയി ഇവിടെ ഇരുന്ന്. നോക്കിക്കേ, ദൂരെ ഒരു പള്ളി, സൂപ്പർ വ്യൂ. നിച്ചൂസിന്റെ ഫേവറേറ്റ് പൊറോട്ടയും കടലക്കറിയും ഉണ്ട്. മസാല ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ 2 പേര്. കുട്ടിന്റെ മസാല ദോശ അല്ലടാ, ഹൃതിക്കുട്ടനുള്ള മസാല ദോശ, വട, സാമ്പാർ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റി ആണോടാ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ നിച്ചൂസും ടീമും ഡാൻസ് ഒക്കെ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് പരുന്തുംപാറയിലാണ്. ഇടുക്കിയിലെ പീരുമേടിനടുത്താണ് ഈ സ്ഥലം. ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷെ അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പരുന്തുംപാറ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പരുന്തിന്റെ തല പോലെയുള്ള ഈ പാറകളിൽ നിൽക്കുമ്പോൾ ആകാശം കൈ തൊടാവുന്ന അത്ര അടുത്താണെന്ന് തോന്നും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3600 അടി ഉയരത്തിലാണ് ഈ സ്ഥലം. ആകാശം നല്ല രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്ന് ശബരിമല വരെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. സാഹസിക യാത്രക്കാരുടെ സ്വപ്ന ലോകമാണ് പരുന്തുംപാറ. ട്രക്കിംഗ് പ്രിയർക്കും ഓഫ് സീറ്റ് യാത്രകളെ തേടുന്നവർക്കും പരുന്തുംപാറ ഒരു അടിപൊളി ഓപ്ഷനാണ്. ഉപ്പിലിട്ടത് സൂപ്പർ ഉപ്പിലിട്ട നെല്ലിക്ക, 6 പീസ് 20 രൂപ. നല്ല ടേസ്റ്റി നെല്ലിക്ക. ടേസ്റ്റി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മ്ലാമല വെള്ളച്ചാട്ടത്തിലേക്കാണ്. തേക്കടി കുമളി റൂട്ടിൽ വരുമ്പോൾ വണ്ടിപ്പെരിയാറിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് ഏകദേശം 25 കിലോമീറ്റർ യാത്ര ചെയ്താണ് മ്ലാമല വെള്ളച്ചാട്ടത്തിലെത്തിയത്. നമ്മള് മ്ലാമല വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പോവാണ്. എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സ് മാറാനൊക്കെ സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ പോയി നനഞ്ഞ് കുളിച്ച് തിരിച്ചു വന്ന് വീണ്ടും ഡ്രസ്സ് ഇട്ട്. വെള്ളച്ചാട്ടം എന്ന് കേട്ടപ്പോൾ തന്നെ പിള്ളേർ സെറ്റ് എല്ലാം ഡ്രസ്സ് ബസ്സിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തിറങ്ങി. ബാക്കിയുള്ളവരെല്ലാം ചേഞ്ചിങ് റൂമിൽ നിന്നാണ് മാറിയത്. 300 രൂപയാണ് ഞങ്ങൾക്കായ ഫീസ്. വെള്ളച്ചാട്ടത്തിന് ഇപ്പുറം കിടക്കാനുള്ള തത്രപ്പാടിലാണ് ഇവിടെ എല്ലാവരും. പിന്നെ നല്ല വഴുക്കലുണ്ട്. അതുകൊണ്ട് പതുക്കെ പിടിച്ച് കയറും. കഷ്ടപ്പെട്ട് ഋതുക്കുട്ടൻ വരുവാ. തട്ടായി പാൽനുര പോലെ ചിതറി ഒഴുകുന്ന വെള്ളച്ചാട്ടം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. വലിയ കാടിന്റെ നടുക്കൊന്നും അല്ല ഈ വെള്ളച്ചാട്ടം എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ, അങ്ങോട്ട് പോകും. ഋതുക്കുട്ടനും അങ്ങോട്ട് ഇറങ്ങണമെന്നാ പറയുന്നേ. ഇതിനെ ഇറക്കി ഇങ്ങോട്ട്. ഈ ഏരിയയിൽ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളം ഒഴുകി തന്നെ ഇങ്ങോട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഏരിയയിലുണ്ട്. അപ്പോൾ ഈ ഏരിയയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഫ്ലാറ്റ് ഏരിയ ആണ്. എല്ലാവർക്കും നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ഡീപ്പാണ്. ആൾക്കാർ താഴെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ
ആഴം കൂടിയ ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുറച്ചേ ഇറങ്ങത്തുള്ളൂ. നമ്മുടെ ടീംസ് എല്ലാം ഇവിടെയാണ് ഇറങ്ങിയത്. ഇവിടെ ആകുമ്പോൾ പാറ ഫുള്ളായിട്ടുണ്ട്, തെന്നൽ അല്ല വഴുക്കൽ കുറവാണ്, അതുകൊണ്ട് സെറ്റാണ്, കുഴപ്പമില്ല. ഒരുപാട് ഉയരത്തിൽ നിന്നല്ല വെള്ളം താഴേക്ക് പതിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴേക്ക് പോകാൻ ആർക്കും പേടിയൊന്നും തോന്നിയില്ല. വലിയ ആൾത്തിരക്കില്ലാത്ത ഒരു ശാന്ത പ്രദേശമാണ് ഇവിടം. അതുകൊണ്ട് എന്തായാലും ഇതുവഴി വരുന്നവർ യാതൊരു കാരണവശാലും മ്ലാമല വെള്ളച്ചാട്ടം മിസ് ചെയ്യരുത് കേട്ടോ. ഏതായാലും എല്ലാവരും മതി വരുവോളം വെള്ളത്തിൽ കിടന്ന് ആസ്വദിച്ചിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും അരുണുമാണ് ഫ്രണ്ടിൽ സീറ്റിലുള്ളത്. ഋതുക്കുട്ടൻ നേട്ട ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നുണ്ട്. മന്ന അവിടെ ഒക്കെ പറയുന്നുണ്ട്. വേദ, നിച്ചൂസ്, പിന്നെ ബാക്കിയുള്ളതാണ്ട് അനസ്, അനസിന്റെ വൈഫ് ചേന, രാജി, മോള്, പിന്നെ നേട്ട അവിടെ സരിത. മോളെന്തേ? മോള് ഫ്രണ്ടിലല്ലേ? മോൾ ഇവിടെ ഉണ്ടല്ലേ? ആ, മോൾ ഉറങ്ങുവാണ്. പിന്നെ രേഷ്മ, ഉദ്ദേശിച്ച വൈഫ് രേഷ്മ, അഞ്ജലി, നമ്മുടെ സുധീഷ്, സുധീഷിന്റെ ചേട്ടൻ സിജീഷ്, ചേട്ടാ സിജീഷിന്റെ വൈഫ്. ആ, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ചേട്ടൻ, പിന്നെ ഞങ്ങളും. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി ആദ്യം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. അവിടെ നല്ല തിരക്കായിരുന്നു. സമയം 2 മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് അധികം വെയിറ്റ് ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ അൽത്താഫിൽ കയറിയിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓരോ ടേബിളിൽ ഇടം പിടിച്ചു. ചോറും മീൻകറിയും ബിരിയാണിയും അങ്ങനെ പല പല വിഭവങ്ങൾ ഓരോരുത്തരായി ഓർഡർ ചെയ്തു. ഏകദേശം 3:30 ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മുന്തിരിത്തോട്ടം കാണാനാണ്. നമ്മൾ തേക്കടി പോകുന്ന വഴിക്ക് കുമിളിയിലെ മുന്തിരിത്തോട്ടത്തിൽ കയറിയിരിക്കുകയാണ്. എന്താ മുന്തിരിങ്ങ എല്ലാം പഴുത്ത് വരുന്ന നാച്ചുറൽ റിസോർട്ട് റൺ ബൈ ജെനീസ്. അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ പുറത്ത് മുന്തിരിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് അവിടുന്ന് വൈനും മുന്തിരിയൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കാം. പോകുമ്പോ വാങ്ങിച്ചോണ്ട് പോണം. മുന്തിരിങ്ങ കഴിക്കുന്നുണ്ടോടാ? അകത്ത് നമുക്ക് മുന്തിരി ജ്യൂസ് ഫ്രഷ് ആയിട്ട് അവര് അടിച്ചു തരും. പിന്നെ പറിക്കരുതെന്ന് പ്രത്യേകിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം പഴുത്ത് വിളഞ്ഞു നിൽക്കുക. നമുക്ക് മുന്തിരി പാക്കറ്റില് ഒരു ബണ്ടിലായിട്ട് വാങ്ങിക്കാം, ജ്യൂസ് കുടിക്കാം, വൈൻ വാങ്ങിക്കാം. അത് തൊടുക മാത്രമേ ചെയ്യാവൂ, പറിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഇത് സിനിമകളിലും പിന്നെ പല പല വ്ലോഗുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മുന്തിരി തോപ്പുകളില് മുന്തിരി തോട്ടങ്ങളില് ഉള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതെ മുന്തിരിങ്ങ കൊല കൊലയാൻ നിൽക്കാൻ ഋതുക്കുട്ടനൊരു ആഗ്രഹം തൊടണം എന്നുള്ളതാ. ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ടുള്ള പല പല സെഷൻസ് പല പല ഏരിയകളിൽ നടക്കുകയാണ്. നേകണ്ട മുന്തിരിങ്ങ കൊല കൊലയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ ഗ്രേപ്സിന്റെ അച്ചാറുകള് കാര്യങ്ങളെല്ലാം ഉണ്ട്. ജാമ്, പിക്കിള്, ഗ്രേപ്പ് ടീ, അങ്ങനെ പല പല സെക്ഷനിൽ ഇവിടെ വിളവെടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രേപ്സ്. മുന്തിരിത്തോട്ടത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുന്തിരി പറിക്കുവാനോ കഴിക്കുവാനോ പാടില്ല. അങ്ങനെ പറിക്കുന്നവരിൽ നിന്നും 500 രൂപയാണ് ഫൈനായിട്ട് ഇവിടെ ഈടാക്കുന്നത്. ഫ്രഷ് ജ്യൂസ് അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് തന്നെ പറിച്ച് മുന്തിരിങ്ങ അപ്പം തന്നെ ജ്യൂസാക്കി നമുക്ക് തരികയാണ് കേട്ടോ. തന്നെ ഒരു ജ്യൂസ് 50 രൂപ. ഫ്രഷ് മുന്തിരി 3.25 കിലോ. നമുക്കിത് വെച്ചൊരു പരിപാടി ഉണ്ടേ.
കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേവിച്ച് പിഴിഞ്ഞ് പൾപ്പാക്കി എടുത്ത് പഞ്ചസാരയൊക്കെ ചേർത്ത് ഒരുപാട് നാൾ ഇത് ജ്യൂസായിട്ട് ഉപയോഗിക്കാം. സാധാ ജ്യൂസിനേക്കാളും ഭയങ്കര ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ മുന്തിരിത്തോപ്പിലെ കാഴ്ചകളെല്ലാം കണ്ട് മുന്തിരിയും വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് തേക്കടിയിലേക്കാണ്. അവിടെ ഹോം സ്റ്റേ ആണ് ഞങ്ങൾ എടുത്തിരുന്നത്. 3 ബെഡ്റൂമും ഹാളും കിച്ചണുമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹോം സ്റ്റേ ആയിരുന്നു. ഫുഡ് ഞങ്ങൾ പാഴ്സലായി വാങ്ങിക്കൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ടെറസിലിരുന്നാണ് കഴിച്ചത്. ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഓരോരോ ടീമിനെ ഓരോ റൂമിൽ കയറ്റിയിട്ടുണ്ട്. ലേഡീസ് 3 റൂം ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൂമിൽ ജെൻസും പിന്നെ ബാക്കി ഭാഗത്തൊക്കെ ഞങ്ങൾ മെറ്റാക്കി വിട്ട് കിടക്കുകയാണ്. അപ്പം ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.